ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് അബുദാബി വ്ളോഗാണ്. ഈ ട്രിപ്പിൽ ഞാൻ ഇൻക്ലൂഡഡ് ആണെന്ന് അറിയുന്നത് അന്ന് രാവിലെയാണ്. ബിക്കോസ് അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നത് അമ്മ എന്നെ അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കും, നെക്സ്റ്റ് ഡേ ഞാൻ സ്കൂളിൽ പോകുന്നൊക്കെയാണ്. പക്ഷേ ഞാൻ അറിയാതെ രഹസ്യമായിട്ട് എനിക്കും കൂടെ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി. ഒരു 9:30 സമയത്തൊക്കെയാണ് പോയത്. പിന്നെ ഫ്ലൈറ്റിൽ കയറി. ആക്ച്വലി ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഫ്ലൈറ്റിലെ ഫുഡ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. ആക്ച്വലി ഭയങ്കര വലിയ എയർപോർട്ടാണ്, ബിക്കോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഓഫ് കോഴ്സ്. ആക്ച്വലി നമ്മുടെ കയ്യിൽ സിമ്മൊന്നും ഇല്ലായിരുന്നു, ലൈക്ക് നോ കോണ്ടാക്റ്റ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ പോയത്. അപ്പോൾ അവിടെ സഹില ചേച്ചിയുണ്ട്. സഹില ചേച്ചി അമ്മയുടെ ഫ്രണ്ടാണ്, അബുദാബി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി കുറച്ച് ലേറ്റ് ആയപ്പോഴാണ് നമ്മൾ പാനിക്കായത്. അങ്ങനെ നമ്മൾ സഹില ചേച്ചീനെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുമായിരുന്നു. ആ ടൈമിലാണ് സഹില ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് ഇവിടെ നല്ല ഷവർമ്മ കിട്ടും, അത് കഴിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലത്തെ ഷവർമ്മയായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് ഈ ഷവർമ്മ കഴിച്ചിട്ടൊരു ഫുൾ ഫീലിംഗ് ഉണ്ടായില്ല, ഇൻ എ ഗുഡ് വേ. ഓക്കെ, ആക്ച്വലി ഭയങ്കര ഒരു മിനിമലായിട്ടാണ് ഫീൽ ചെയ്തത് എത്ര തന്നെ കഴിച്ചിട്ടും. പിന്നെ സ്പൈസിൻ്റെ ലെവലും വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലത്തെ സ്പൈസിനെസ് ഒന്നുമില്ല, ഒരു മിനിമൽ സ്പൈസാണ്. പക്ഷേ ആക്ച്വലി ഒരു സാലഡ് കഴിച്ച ഫീലായിരുന്നു ഈ ഷവർമ്മ കഴിച്ചിട്ട്. പക്ഷേ ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഈ ടൈം മാറി ഫുഡ് കഴിച്ചതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ബാക്കി ഷവർമ്മ പാഴ്സൽ ചെയ്തിട്ട് അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയപ്പോഴാണ് അപ്പാർട്ട്മെൻറ്റിൽ മൈക്രോവേവ് ഇല്ലയെന്ന് മനസ്സിലായത്. സോ എനിവേ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഫ്രഷായിട്ട് എഴുന്നേറ്റ് അബുദാബി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ അബുദാബി കാണാനൊക്കെ ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന റഹ്മത്ത് കാലിക്കട്ടിൽ പോയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആഹാ, എന്നാ ടേസ്റ്റായിരുന്നേ. അതിനുശേഷം നമ്മളിങ്ങനെ പ്ലാനിങ്ങിലായിരുന്നു എവിടെ പോവാം എന്ന്. ആക്ച്വലി അബുദാബിയിൽ ഇഷ്ടംപോലെ സ്പോട്ട്സ് ഉണ്ട്, പക്ഷേ ഈ സ്പോട്ടൊക്കെ ഭയങ്കര ദൂരെയാണ്. അപ്പോൾ നമ്മൾ ആ സ്പോട്ട്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൊട്ടടുത്ത് ഏതൊക്കെയാണ് നല്ലതുള്ളത് എന്നെങ്കിൽ അവിടെ പോയി കുറച്ച് ഫോട്ടോസും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ, അതാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ ഏതെങ്കിലും ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോവാം. എന്നിട്ട് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, പെർഫ്യൂം, പിന്നെ ദുബായിയുടെ കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ സ്പോട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആക്ച്വലി ഭയങ്കര ഓഫേഴ്സുള്ള സമയമായിരുന്നു ആൻഡ് നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. എല്ലാത്തിനും തൊട്ടേന് പിടിച്ചതിന് എല്ലാം ഓഫറായിരുന്നു. എനിക്ക് ഡ്രസ്സിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ്സ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ്, ഈ ഒരു സെഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി. എന്നിട്ട് അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ മെനു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സാലഡും പിന്നെ ഒരു പ്ലേറ്ററും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലേറ്റർ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെബാബിൻ്റെ ആയിരുന്നു. പിന്നെ ഹമൂസും അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണെന്ന് തോന്നുന്നു ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ഹമൂസ് ട്രൈ ചെയ്യുന്നത്. അത് ടേബിളിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നും, പക്ഷെ ക്വാണ്ടിറ്റി ആക്ച്വലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. അതിനുശേഷം നമ്മൾ ഡെൽമ മോളിലേക്കാണ് പോയത്. അവിടെ പോകാൻ തന്നെ കാര്യം നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത്. ആക്ച്വലി ഹാഫ് ഓഫ് ദ മോളും ഭയങ്കര എംപ്റ്റി ആയിരുന്നു. ആകെപ്പാടെ ആ സിനിമ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഗൈസ്, എന്നാ പറയാനാ, ഞാൻ ഈ യൂട്യൂബിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ കണ്ട ഒരു ഫുഡ് ഐറ്റമാണ് മോസറല്ല ചീസ് വിച്ച് ഇസ് ഫ്രൈഡ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ബട്ട് സ്റ്റിൽ റാൻഡംലി ചില്ലീസ് എന്ന് കണ്ടു. അതിതാണെന്ന് പോലും മനസ്സിലാവാതെ പോയി മെനു നോക്കിയപ്പോൾ ഇതിൻ്റെ പിക്ചർ കൊടുത്തിരുന്നു. ഒന്നും നോക്കിയില്ല, പോയി മേടിച്ചു, കഴിച്ചു നോക്കട്ടെ.
ആക്ച്വലി ദ ടേസ്റ്റ് വാസ് അമേസിങ്. ആ ഒരു ബ്രെഡ് ആക്ച്വലി പ്ലെയിൻ ആയിരുന്നു, പ്രത്യേകിച്ച് സ്പൈസസോ ഒന്നുമില്ലായിരുന്നു. ആൻഡ് ദ ചീസ് വാസ് സോ സ്ട്രെച്ചി. ആ ചീസ് പുള്ള് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് എക്സ്പീരിയൻസ് ഇൻ അബുദാബി. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് പോയത് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആണ്. ആക്ച്വലി ഇത് പുറത്തുനിന്ന് കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. അപ്പം അകത്ത് ചെന്നാലോ എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആണ്. അവിടുത്തെ ആർക്കിടെക്ചർ, അവിടുത്തെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവിടെ പിടിച്ച് നിർത്തും. ആക്ച്വലി ഒരുപാട് ടൈം നമ്മളറിയാതെ തന്നെ അവിടെ സ്പെൻഡ് ചെയ്യും. ആക്ച്വലി കയറുന്നതിന് മുന്നേ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഹെയർ കവേർഡ് ആയിരിക്കണം, പിന്നെ ഫുൾ സ്ലീവ് ആയിരിക്കണം ഇടേണ്ടത്. ആക്ച്വലി നമ്മൾ നേരത്തെ ഷോപ്പിങ്ങിന് പോയപ്പോഴേ ഷോൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അബുദാബിയിലെ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ആക്ച്വലി മോസ്കിൽ എത്തുന്നതിന് മുന്നേ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് നടക്കേണ്ടി വരും. ആൻഡ് അവിടെ കുറേ ഈ മോസ്കിനെ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ആൻഡ് അന്നത്തെ ദിവസത്തെ അബുദാബി യാത്ര കഴിഞ്ഞു. അപ്പം എന്തായാലും റഹ്മത്ത് ഹോട്ടലിൽ പോയി തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് വീണ്ടും നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ തന്നെ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗും നൈറ്റും ഫുൾ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരുന്നു. ആൻഡ് അങ്ങനെ നേരെ ദുബായിലേക്ക് പോയി. ദുബായിൽ എത്തിയപ്പോൾ തന്നെ ഒരു ആഫ്റ്റർനൂണൊക്കെ ആയി. അപ്പോൾ എന്തായാലും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ് ദേ ഫിഷ്. ആക്ച്വലി ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ആക്ച്വലി ഒരു സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ക്യൂ നിൽക്കണം. പേര് കൊടുത്ത് അവർ നമ്മുടെ പേര് വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അത്രയും ആൾക്കാർ അതിനകത്തുണ്ട്. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് പ്രോൺസ്, മസിൽസ്, ക്രാബ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കോൺ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഐ എം സോ ഷുവർ ഈ ഒരു ടേസ്റ്റ് വേറെ ഒരു സീ ഫുഡ് ബക്കറ്റിനും കിട്ടത്തില്ല. ബിക്കോസ് ഇതിൻ്റെ ടേസ്റ്റ് ആക്ച്വലി ഭയങ്കര സിഗ്നേച്ചറാണ്. അതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയും ഈ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണവും. ഈ സീ ഫുഡ് ബക്കറ്റിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു പെർട്ടിക്കുലർ ഡ്രിങ്കാണത്. ആൻഡ് ഈ റൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണോ അത് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ദുബായിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും പിന്നെ അവിടുത്തെ ചോക്ലേറ്റ്സും മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വീണ്ടും പോയി. ആൻഡ് ഈ പെർട്ടിക്കുലർ ഡെസേർട്ട് നമ്മൾ ദേ ഫിഷിൽ നിന്നാണ് മേടിച്ചത്. അവർ പറഞ്ഞു അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡെസേർട്ടാണെന്ന്. ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് ഓവർ സ്വീറ്റ്നെസ് ഒന്നുമില്ല, ലൈക്ക് ഒരു മീഡിയം ലെവൽ ഓഫ് സ്വീറ്റ്നെസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഡിന്നർ ടൈമായി. ഡിന്നറിന് വേണ്ടി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഫുഡ്സൊക്കെ ട്രൈ ചെയ്തു. എസ്പെഷ്യലി മന്തിയാണ് ട്രൈ ചെയ്തത്. പിന്നെ ഗ്രിൽഡ് ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഗ്രിൽഡ് മസിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സൂപ്പ് എൻ്റെ ഫേവറേറ്റ് അല്ല, ബിക്കോസ് ഇതിനൊരു പരിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഈ ഒരു എൻറ്റയർ ട്രിപ്പിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ഈ ഫുഡ് കഴിക്കുന്നത് മാത്രമാണ്. അല്ലാത്ത സമയത്ത് ഐ വാസ് എൻജോയിങ് ദ വ്യൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹയാത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ദുബായിൽ തന്നെ. അവിടെ വെച്ചാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ആ അത്ഭുതം സംഭവിച്ചത്. അതെ, ഞാൻ മമ്മൂക്കേനെ കണ്ടു. സത്യം പറഞ്ഞാൽ ഐ ഫെൽ ട്രൂലി ബ്ലെസ്ഡ്. എനിക്ക് ആ ഒരു മോമെൻറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ആക്ച്വലി ഇത് എത്ര പേരുടെ സ്വപ്നമാണ്, എത്ര പേരുടെ ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ. ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അയ്യോ, ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. അതിനുശേഷം നമ്മൾ ഷാർജയിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ റോഡ് ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ദുബായ് ഭയങ്കര റഷുള്ളൊരു സിറ്റിയാണ്, പക്ഷേ ഷാർജ അങ്ങനെയല്ല. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആണ്. ദുബായിൽ നല്ല ട്രാഫിക് ഉണ്ട്, പക്ഷേ ഷാർജയിൽ അത്ര ട്രാഫിക് ഇല്ല. സെയിം ഗോസ് ടു അബുദാബി. അബുദാബിയിലും ഭയങ്കര ട്രാഫിക് ഒന്നുമില്ല, കുറച്ച് കാം സിറ്റിയാണ്.
അങ്ങനെ എൻ്റെ അബുദാബി ദുബായ് ഷാർജ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.